ഹലോ. സാധാരണ ഈ ഊണൊക്കെ കിട്ടുന്ന മെസ് ഹൗസിൽ നിന്ന് ഞാനധികം ബിരിയാണി അങ്ങനെ കഴിക്കാറില്ല. അവിടുന്ന് ഊണ് തന്നെയാണ് കഴിക്കാറ് അധികം. പ്രത്യേകിച്ച് ഈ 80 രൂപ 100 രൂപയ്ക്കൊക്കെ അൺലിമിറ്റഡ് റൈസ് ഒക്കെ കിട്ടുന്ന ബിരിയാണി ഉണ്ടല്ലോ, അതൊന്നും അധികം ഞാൻ അങ്ങനെ കഴിക്കാറില്ല. പക്ഷേ ഇത്തവണ കോഴിക്കോടിനെ നല്ല വിശന്നിട്ടാണ് വന്ന് ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ബത്തേരി വന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് വരാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും കഴിച്ചേ പറ്റുള്ളൂ. നമ്മൾ കോടതിൻ്റെ അവിടെ ഇറങ്ങിയ സമയത്ത് തൊട്ടടുത്ത് കണ്ടത് ദോശാഹട്ട് എന്ന് പറഞ്ഞൊരു കടയായിരുന്നു. കയറി ചെന്ന് നോക്കിയപ്പോൾ അവിടെ ഊണ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ദോശയും കാര്യങ്ങളൊക്കെ ഈവനിങ് ആകുമ്പോഴത്തേക്ക് റെഡി ആവുന്നുണ്ടായിരുന്നുള്ളൂ. പിന്നെ ബിരിയാണി ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ഹാഫ് ചിക്കൻ ബിരിയാണി അവിടെ നിന്ന് ഓർഡർ ചെയ്തു. നല്ല വിശന്നിരുന്നത് കൊണ്ടാണെന്ന് തോന്നുന്നു. ബിരിയാണിയുടെ ടേസ്റ്റും കാര്യങ്ങളൊന്നും വലിയ കമ്പയർ ചെയ്യാനൊന്നും സമയം ഉണ്ടായിരുന്നില്ല. കാരണം വേഗം വാരി വലിച്ച് കഴിക്കുകയായിരുന്നു. പിന്നെ ചിക്കൻ്റെ പീസ് മാത്രം കിട്ടിയത് അത്ര ഇറച്ചി ഉണ്ടായിരുന്നില്ലാത്തൊരു അത്ര നല്ല പീസ് ആയിരുന്നില്ല. എന്നാലും അതിൻ്റെ കൂടെ സലാഡും പിന്നെ ബീറ്റ്റൂട്ട് അച്ചാറും ചമ്മന്തി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത്യാവശ്യം ആസ്വദിച്ച് തന്നെ വേഗം കഴിച്ചു തീർന്നു. പിന്നെ വീട്ടിൽ നിന്ന് കഴിച്ചിട്ട് വന്നതുകൊണ്ട് സുബിയേട്ടൻ ഒരു ചായയും ഒരു സമൂസയും മാത്രമേ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. നല്ല വിശന്നിരുന്നത് കൊണ്ട് ബിരിയാണി നല്ലോണം കഴിച്ച് വയറെല്ലാം ഫില്ലാക്കിയിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിയത്. ദോശ ഹട്ട് എന്നുള്ള പേരുള്ളത് കൊണ്ട് തന്നെ നേരത്തെ ഈ കട ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ ദോശയൊക്കെ ട്രൈ ചെയ്തിട്ടുള്ളവർ എങ്ങനെയുണ്ടെന്ന്